ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ എല്ലാ കാര്യവും സെറ്റായി, അതായത് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയി, അതുപോലെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എല്ലാം കൊടുത്തു, ആഡ്സെൻസ് എല്ലാം ക്ലിയർ ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ചാനലിലേക്ക് $100 എല്ലാം വന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ $100 തികഞ്ഞതിന് ശേഷവും മാസങ്ങളായിട്ടും നിങ്ങൾക്ക് വരുമാനമൊന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ മെസ്സേജ് അയച്ചിരുന്നു. അവരുടെ ചാനലിൽ $100 കൂടുതലെല്ലാം ആയിട്ടുണ്ട്, സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി, എല്ലാം തന്നെ കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്, വേറെ എറർ ഒന്നും തന്നെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പെൻഡിങ് ഉണ്ട് എന്നൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ പേയ്മെന്റ് എല്ലാം പെൻഡിങ് ആയിട്ടുണ്ടാകുക? ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് എല്ലാം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ആഡ്സെൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ പോയിരിക്കുന്നത് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ പോയി പേയ്മെൻറ്റ് ഇൻഫോ എന്നതിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് സെറ്റിങ്സ് എല്ലാം ലഭിക്കും. അതായത് മാനേജ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അതുപോലെ ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് സ്കെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ എഡിറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഹൗ യു ആർ പെയ്ഡ് മന്ത്ലി, അതുപോലെ എഡിറ്റ് ദ ഫീൽഡ് ബിലോ അഡ്ജസ്റ്റ് യുവർ പേയ്മെൻറ്റ് ത്രഷോൾഡ് ഓർ സ്കെഡ്യൂൾ എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആഡ്സെൻസിൽ ഡിഫോൾട്ടായി $100 എല്ലാം വരുമ്പോഴാണ് ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കെല്ലാം വരിക. എന്നാൽ ഇത്തരത്തിൽ ഈ $100 ഇത് ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് അവരുടേതായ ഒരു ഡോളർ എല്ലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ $1000 എന്നെല്ലാം കൊടുക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ 1000 എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഡ്സെൻസിൽ എപ്പോഴാണോ $1000 തികയുന്നത് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് എല്ലാം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുക. അപ്പോൾ നമുക്ക് ഇവിടെ ഹയർ ത്രഷോൾഡ് എല്ലാം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇങ്ങനെ അറിയാതെ നമ്മുടെ കൈയെല്ലാം തട്ടി, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എമൗണ്ട് എല്ലാം വ്യത്യാസപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എല്ലാം നമ്മുടെ ആഡ്സെൻസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആഡ്സെൻസിൽ നിന്നും ആ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റേതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും $100 തികഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് സ്കെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴത്തെ ഡേറ്റിൽ നിന്ന്, ഇപ്പോൾ ഇന്ന് ഞാൻ എഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു വർഷം വരെ എനിക്കിത് സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡേറ്റിൽ എൻ്റെ പേയ്മെൻറ്റ് വന്നാൽ മതി എന്ന് എനിക്ക് സ്കെഡ്യൂൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആഡ്സെൻസിൽ ഈ മാസം $100 എല്ലാം തികഞ്ഞാലും നമുക്കത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകില്ല. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡേറ്റിലാണ് നമുക്ക് ആ ഒരു എമൗണ്ട് എല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുക. അതിനാൽ തന്നെ ഇങ്ങനെ അറിയാതെ നിങ്ങൾ ഇവിടെ സ്കെഡ്യൂൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് $100 എല്ലാം എത്തുമ്പോൾ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആയി കിട്ടുക. അപ്പോൾ ഈ ഒരു 2 ഓപ്ഷനും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പലരും ഇതിൽ ചേഞ്ചസ് എല്ലാം കൊടുത്തതിന് ശേഷം അവർക്ക് ആ പേയ്മെന്റ് എല്ലാം കറക്റ്റായി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്നെല്ലാം പറയാറുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു കാര്യമൊന്നും നിങ്ങളുടെ ആഡ്സെൻസിൽ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് റീസെറ്റായി കിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്